അങ്ങനെ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും സ്കൂളുണ്ട്. കുഞ്ഞിപ്പെണ്ണിന് രാവിലെ തന്നെ സ്കൂളിൽ പോകണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചയ്ക്ക് കുഞ്ഞിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. നേരത്തെ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നേ, എഴുന്നേൽക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ശീലമൊക്കെ മാറിപ്പോയി. ഇനി എന്തായാലും അടുത്ത ദിവസം മുതൽ ആ ശീലം അങ്ങോട്ട് കൊണ്ടുവരണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുന്നത്, വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ പതിവ് പോലെ തന്നെ ചായ ഇട്ടു. എനിക്ക് കുഞ്ഞിക്ക് മാത്രമായിട്ടുള്ള ചായയാണ്. മെമറിക്ക് രാവിലെ തന്നെ പോയിട്ടുണ്ട്. ആൾക്ക് ചായ അതിരാവിലെ തന്നെ വലിയ നിർബന്ധമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ വെള്ളം കുടിച്ചിട്ട് പോകും. പിന്നെ കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആണ് ചായ കുടിക്കുന്നത്. അപ്പം ഞാൻ ചായ ഇട്ടുകൊണ്ട് വന്നിട്ട് സിറ്റിയിൽ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇരിക്കും. ചായ കുടിക്കുന്ന അത്രയും സമയം. രാവിലെ നമുക്ക് കൊച്ചിന് പോകേണ്ടത് കൊണ്ട് കുറേ നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. ടി വി കാണും, ഒന്നെങ്കിൽ ന്യൂസ് കാണും, അതല്ലെങ്കിൽ ചുമ്മാ എങ്ങോട്ടെങ്കിലും നോക്കി ഇങ്ങനെ ഇരിക്കും. നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഒരു പ്ലാനിങ് വെക്കുമായിരുന്നു. ഈ ദിവസം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്നൊക്കെ ഒരു ജേണലൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഭയങ്കര മടി, അതൊക്കെ അങ്ങോട്ട് സ്കിപ്പായി പോയിട്ടുണ്ട്. ഇനി അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം. അതാകുമ്പോൾ നമുക്കൊരു ഓർഡറിൽ കാര്യങ്ങൾ പോവും. ഡെയിലി ഓരോ ഓർഡറിലായിട്ട് പോവും. അപ്പോൾ ഇന്ന് എന്താണ്, ബീട്രൂട്ട് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. തോരന് പകരം എന്തെങ്കിലും തോരൻ ഉൾപ്പെടുത്തുമല്ലോ. എല്ലാ ദിവസവും തോരൻ ഉണ്ടാവും, പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഇന്ന് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതിന് ശേഷം മാറ്റി വെച്ചു. പിന്നെ ഒരു സവോള, കുഞ്ഞു സവോള, അതേപോലെ ഒരു പച്ചമുളക്. ഉച്ചയ്ക്കത്തേക്ക് മാത്രം മതി, എനിക്കും കുഞ്ഞിക്കും മതി. സെമിറിക്ക വീട്ടിൽ നല്ല കഴിക്കുന്നത്, ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും എണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം അതിലേക്കിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി, ഇച്ചിരി കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അത് അത്രയേ ഉള്ളൂ പണി. മെഴുക്കുവരട്ടി വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ കുഞ്ഞിക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു കുഞ്ഞു സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ്, പിന്നെ ഒരു പകുതി തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഓട്സ് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം ഈ നമ്മുടെ സവോളയുടെയും തക്കാളിയുടെയും അടുത്തൊക്കെ ഇട്ടതിന് ശേഷം 2 മുട്ടയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇന്ന് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. തന്നെയല്ല, കുഞ്ഞിക്ക് മുട്ട വലിയ ഇഷ്ടവുമാണ്. അപ്പോൾ പിന്നെ ഹെൽത്തി ആയിട്ട് ഉള്ള കാര്യങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പാൻ ചൂടാകുമ്പോൾ എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അതേപോലെ ഉണ്ടാക്കി അങ്ങ് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ബട്ടറോ ചീസോ ഒക്കെ ആഡ് ചെയ്യാം. ഞാനൊരു ആപ്പിൾ കൂടി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അവൾ റെഡിയായി വരുന്ന സമയത്ത് ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി കഴിഞ്ഞ് വന്ന് കഴിച്ചിട്ട് അങ്ങ് പോകും. അതാണ് ഇവിടുത്തെ ഒരു പതിവ്. അപ്പോൾ ചായയും ചൂടാക്കി വെച്ചു. ഇനി കൊണ്ടുപോകാനായിട്ട് ഞാൻ മുള്ളില്ലാത്ത കഷ്ണം മീൻ, അവൾ മുള്ളില്ലാത്ത മീനേ കഴിക്കുകയുള്ളൂ. മത്തി, കുഞ്ഞുമീനൊന്നും അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് 2-3 കഷ്ണം ഞാൻ പുരട്ടി തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ വേറെ എന്നാന്ന് വെച്ചാൽ മോര് കാച്ചിയതുണ്ട്. അത് മിക്ക ദിവസവും ഇവിടെ ഉണ്ടാവും. എനിക്ക് നിർബന്ധമില്ല. ഇവിടെ സെമിറിക്കായ്ക്കും പിള്ളേർക്കും ഒക്കെ മോര് കാച്ചിയത് ഇഷ്ടമാണ്. കുഞ്ഞിക്ക് അത്രയില്ലെങ്കിലും അവൾ സ്കൂളിൽ കൊണ്ടുപോയി കഴിച്ചോളും. പിന്നെന്താ, നെല്ലിക്ക അച്ചാറും നമ്മൾ ഫ്രൈ ചെയ്ത നമ്മുടെ വറുത്ത മീനും കൂടി, മീൻ ഫ്രൈ, ഫിഷ് ഫ്രൈ കൂടി വെച്ചു. അങ്ങനെ അവളെ കൊണ്ടുവിട്ടേച്ച് തിരിച്ച് വന്നിട്ട് എനിക്ക് ചെയ്യാനുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും, അതായത് കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തലേദിവസം ഞാൻ 2-3 ടേബിൾ സ്പൂൺ ഓട്സും ചിയ സീഡും ഇച്ചിരി പാലിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർക്കാൻ പാലും കൂടി ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് ഞാൻ ഇപ്പോൾ എടുത്ത് പുറത്ത് വെച്ചു. ഇതിലേക്ക് നമ്മൾ മധുരമൊന്നും ചേർക്കുന്നില്ല. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഏത് ഫ്രൂട്ട്സാണോ നമ്മുടെ കയ്യിലുള്ളത് അത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആപ്പിൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ആഡ് ചെയ്തു. പിന്നെ ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാനും ചെറിയൊരു മധുരം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കറുത്ത മുന്തിരി നന്നായിട്ട് കഴുകണം കേട്ടോ. കറുത്ത മുന്തിരി നന്നായിട്ട് കഴുകിയതും കൂടി ഇട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അങ്ങ് കഴിച്ചാൽ മതി.
ഇന്നെന്തായാലും ഒരു ഹെൽത്തി ഡേ ആവട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ. ചില ദിവസമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകും, എങ്കിലും ഇന്ന് ഹെൽത്തി ആയിട്ട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു 2 ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തത്. കുഞ്ഞിക്കാണെങ്കിൽ ഈ ഫ്രൂട്ട് സലാഡോ അതല്ലെങ്കിൽ ഇങ്ങനെ കടിക്കുന്ന സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിക്ക് ഓട്സ് ഓംലേറ്റും ഉണ്ടാക്കി കൊടുത്തത്. ഇനിയിപ്പോൾ എൻ്റെ ഒരു ലോകമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലപോലെ ക്ലീനിങ് പരിപാടികൾ മുകളിലും താഴെ എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം. നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് വന്ന് കുറച്ച് നേരം ന്യൂസും ഒക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.